വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പൂജിച്ച ഉടവാൾ വലിയ രാജാവ് രാജപ്രതിനിധിക്ക് കൈമാറിയതോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ കൃഷ്ണപ്പരുന്ത് ക്ഷേത്രത്തിന് വട്ടമിട്ട് പറന്നതോടെ പന്തളം ദേശം ഭക്തിസാന്ദ്രമായി. കൈപ്പുഴ കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടിയിൽ നിന്നും ആചാരപരമായി രാജപ്രതിനിധി ഭക്ഷണം വാങ്ങിക്കഴിച്ച് കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി ഭസ്മം സ്വീകരിച്ച് കിഴക്കേ കൊട്ടാരത്തിന്റെ 18 പടികളിറങ്ങി ചന്ദന പേടകങ്ങളിലെ തിരുവാഭരണങ്ങളുമായി പന്തളം താരയിലൂടെ യാത്ര ആരംഭിച്ചു. പരമ്പരാഗത പാതയിൽ നിറപറയും നിലവിളക്കും വെച്ച് ശരണമന്ത്രങ്ങളോടെ ഭക്തർ തിരുവാഭരണ ഘോഷയാത്രയെ വരവേറ്റു. കുളനട, കുറിയാനിപ്പള്ളി, ആറന്മുള എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. നാളെ പുലർച്ചെ യാത്ര തുടർന്ന് ഇടക്കുളം, വടശ്ശേരിക്കര, പെരുന്നാട് വഴി ളാക സത്രത്തിൽ വിശ്രമിക്കും. മകരസംക്രമ ദിനത്തിൽ പ്ലാപ്പള്ളി, അട്ടത്തോട്, ഒലിയൻപുഴ, വലിയാനവട്ടം, നീലിമല വഴി വൈകുന്നേരത്തോടെ സന്നിധാനത്തെത്തിച്ചേരും. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന. അമൃത ന്യൂസ്, പത്തനംതിട്ട.